ഹായ് ഫ്രണ്ട്സ്, ആലിയ ടെക്കിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഞാൻ പോസ്റ്റ് ചെയ്ത മുന്നേ വീഡിയോയിലെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഓൾഡ് ഫാന് 56 വാട്ട്സ്, BLDC ഫാന് 26 വാട്ട്സ്. ഇത് എങ്ങനെ നമ്മുടെ കറണ്ട് ബില്ല് കുറയ്ക്കും എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. അതറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് KCB ബില്ലിലേക്ക് കടക്കാം. അപ്പോൾ ഇത് ഒഫീഷ്യൽ KCB ഒഫീഷ്യൽ സൈറ്റിലുള്ള ബില്ല് കാൽക്കുലേറ്ററിൽ നിന്ന് കിട്ടിയ ഒരു കണക്കാണ്. അപ്പോൾ ഒരു മന്ത്ലി നമുക്ക് ഡൊമസ്റ്റിക് LT1A ആണ് നമ്മുടെ ഡൊമസ്റ്റിക് യൂസ് ചെയ്യണം. നമ്മുടെ വീടുകളിലേക്കൊക്കെ ഉപയോഗിക്കുന്നത് 2 മാസത്തെ ബില്ല് ഡൊമസ്റ്റിക് LT1A. ഇതിൽ 300 യൂണിറ്റ് ഉപയോഗിക്കുന്ന കൺസ്യൂമറിൻ്റെ ഒരു ബില്ലാണ്. 300 യൂണിറ്റ് ഉപയോഗിക്കുന്ന കൺസ്യൂമറിൻ്റെ ഒരു ബില്ലാണ് ഞാൻ ഇതിൽ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ സൈറ്റിൽ കാണിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഫസ്റ്റത്തെ 100 യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്ക് 3.25 പൈസ. അത് 2 മാസത്തിന് ഉപയോഗിക്കുമ്പോൾ 325 രൂപ. അടുത്ത 100 കഴിഞ്ഞ് 101 മുതൽ 200 യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്ക് 4.05 പൈസ. അത് 2 മാസം ഉപയോഗിക്കുമ്പോൾ 405 രൂപ. അതേപോലെ 201 മുതൽ 300 യൂണിറ്റ് വരെ അത് ഉപയോഗിക്കുന്നവർക്ക് 5.10 പൈസ. അപ്പോൾ 2 മാസം ഉപയോഗിക്കുമ്പോൾ 510 രൂപ. അപ്പോൾ 2 മാസം ഉപയോഗത്തിന് ടോട്ടലായിട്ട് വരുന്ന ബില്ല് പറയുന്നത് 1240 രൂപ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? 1240 രൂപ. അപ്പോൾ ഈ 1240 രൂപ ഇവരുടെ ഓരോ സ്ലാബ് പ്രകാരം നമുക്ക് കിട്ടിയ എമൗണ്ടാണ്. ഇതിൽ നമുക്ക് ടോട്ടൽ നോക്കാം. ഇതിലിപ്പോൾ 1240 ഹരിക്കണം 300 എന്ന് പറഞ്ഞാൽ 300 യൂണിറ്റ് ഉപയോഗിച്ച ഉപഭോക്താവിൽ നിന്നും KCB ഈടാക്കുന്നത് ഒരു യൂണിറ്റിന് 4.13 രൂപ. മനസ്സിലാവുന്നുണ്ടോ? 300 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു ഉപഭോക്താവിന് ആവറേജ് 4.13 രൂപയാണ് KCB ഈടാക്കുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നതെല്ലാം 100 യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്ക് മാത്രമാണ്. അത് കഴിഞ്ഞാൽ സ്ലാബ് മാറി, പിന്നെയും മാറി. അപ്പോൾ ടോട്ടൽ വരുന്നത് 300 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഉപഭോക്താവിൻ്റെ ബില്ലിൻ്റെ ഒരു ആവറേജാണ്, യൂണിറ്റിൻ്റെ ആവറേജാണ് 4.13 രൂപ. ഇനി നമ്മൾക്ക് അടുത്തതിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചത് 300 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഉപഭോക്താവിൻ്റെ റേറ്റാണ്. KCB നമ്മളിൽ നിന്ന് വാങ്ങുന്നത് 4.13 പൈസ. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഓൾഡ് ഫാന് 56 വാട്ട്സ്, BLDC ഫാന് 26 വാട്ട്സ്. ഓൾഡ് ഫാൻ 56 വാട്ട്സ് ഒരു ദിവസം നമ്മൾ 12 മണിക്കൂർ ഉപയോഗിക്കുകയാണെങ്കിൽ, നോർമലി 12 മണിക്കൂർ ഉപയോഗിക്കുകയാണെങ്കിൽ രാത്രി ഇപ്പോൾ നമുക്ക് വൈകുന്നേരം 6 to രാവിലെ 6 മണി വരെ കണക്കാക്കാം. ഓക്കെ. അപ്പം ആ 12 മണിക്കൂർ ഉപയോഗിക്കുന്ന ഒരു 56 വാട്ട്സ് ഓൾഡ് ഫാൻ. 56 വാട്ട്സ് എന്ന് പറയുന്നത് ചില ഫാനുകൾ 80 വാട്ട്സ് ആവാം. റിപ്പയർ ചെയ്ത ഫാനുകളൊക്കെ ചിലപ്പോൾ 100 വാട്ട്സൊക്കെ ആവാം. അപ്പോൾ അത് ഡിഫറൻസ് വരും. നമ്മളിപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്ന ഫാനിൻ്റെ വാട്ട്സ് കണക്കാക്കിയിട്ടാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ 12 മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ദിവസത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് 0.672 യൂണിറ്റാണ്. ഓക്കെ. അതേസമയം നമ്മൾ BLDCയിലേക്ക് വരുമ്പോഴാണെങ്കിലോ ഒരു ദിവസം 12 മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ 0.312 യൂണിറ്റാണ്. അപ്പോൾ ഇത് നമുക്ക് കണക്കൂട്ടി നോക്കാം. എന്താ 0.672 ഇൻറ്റു 60 ഡേയ്സ്. 2 മാസത്തിനാണ് നമുക്ക് KCBയുടെ ബില്ല് വരുന്നത് അല്ലേ? 2 മാസത്തിനാണ് KCBയുടെ ബില്ല് വരുന്നത്. അപ്പോൾ 60 ദിവസത്തിനാണ് KCBയുടെ ബില്ല്. അപ്പോൾ 0.672 ഇൻറ്റു 60 ഡേയ്സ്
അപ്പോൾ എത്ര യൂണിറ്റാണ് നമുക്ക് 2 മാസത്തിന് ഒരു ഫാനിൽ വരുന്നത്? 40.32 യൂണിറ്റ്. അതേസമയം BLDCയിലേക്ക് വരുമ്പോൾ നോക്കും വ്യത്യാസം 0.312 ഇൻറ്റു 60 ഡേയ്സ് 18.72 യൂണിറ്റ്. വ്യത്യാസം കാണുന്നുണ്ടോ? വ്യത്യാസം കാണുന്നില്ലേ? അപ്പോൾ അത് നമുക്ക് KCB ഈടാക്കുന്ന 4.13 പൈസ വെച്ച് നമുക്കൊന്ന് കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. 40.32 യൂണിറ്റ് 4.13 സമം 2 മാസത്തിന് ഒരു ഫാന് നമ്മൾ പഴയ ഫാൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എത്ര രൂപ KCB കൊടുക്കണം? 166.52 അല്ലേ? അതേസമയം നമ്മൾ BLDCയിലേക്ക് ആകുമ്പോഴോ 18.72 ഇൻറ്റു 4.13 എത്രയാണ് വരുന്നത്? 77.31. ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടോ ഡിഫറൻറ്റ്? അപ്പോൾ അതിനാണ് ഡിഫറൻറ്റ് ബിറ്റ്വീൻ 21.6 യൂണിറ്റാണ്. എത്രയാണ് വരുന്നത്? ഇത് ഓൾഡും BLDC ഫാനും ഉപയോഗിക്കുന്നതിൻ്റെ 2 മാസത്തിൽ വരുന്ന യൂണിറ്റ്, ഒരു ഫാൻ ഉപയോഗിക്കുന്ന യൂണിറ്റിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് 21.6 യൂണിറ്റാണ്. അപ്പോൾ നോർമലി ഒരു 300 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു വീട്ടിൽ ആൾമോസ്റ്റ് ഒരു 3-4 ഫാനെങ്കിലും ചുരുങ്ങിയതുണ്ടാവും. അതിൽ കൂടാനും സാധ്യതയുള്ളൂ, ചുരുങ്ങിയതുണ്ടാവും. നമുക്കൊരു 3 ഫാൻ എടുക്കാം. ആ ഒരു 3 ഫാന് നമ്മൾ 21.6 യൂണിറ്റ് നമ്മൾ 2 മാസം കൊണ്ട് സേവ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടലായിട്ട് നമുക്ക് കിട്ടുന്നത് 64.8 യൂണിറ്റാണ് അല്ലേ? ഈ 64.8 യൂണിറ്റ് 2 മാസത്തിന് നമുക്ക് സേവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ 300 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഉപഭോക്താവിന് 64.8 യൂണിറ്റ് 2 മാസത്തിൽ സേവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾക്ക് ഈ KCBയുടെ സ്ലാബ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതിന് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. ഞാൻ അപ്ലോഡ് ചെയ്ത മുന്നത്തെ വീഡിയോ കാണാത്തവർക്കായി ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടുന്നതായിരിക്കും. ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് കാണാവുന്നതാണ്. എൻ്റെ വീഡിയോയിലുള്ള വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിർദ്ദേശിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ആലിയ ടെക്. താങ്ക് യു.